വേറിട്ട കൃഷിരീതി കൊണ്ട് ശ്രദ്ധ നേടുകയാണ് മലപ്പുറം കൊണ്ടോട്ടി പുളിക്കൽ AMLP സ്കൂൾ. വിദ്യാലയത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ വിദ്യാലയത്തിലെ ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ജൈവവളവും ജൈവസ്ലറിയും ഉപയോഗിച്ച് വിളവെടുത്ത വൈവിധ്യമാർന്ന കൃഷി മാതൃകയാണ് സ്കൂളിൽ നടപ്പിലാക്കുന്നത്. അവരുടെ വിശേഷങ്ങളിലേക്ക്. പപ്പായ, വെണ്ട, വഴുതന, മുളക്, ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി തുടങ്ങി നിരവധി പച്ചക്കറികൾ. കൊണ്ടോട്ടിപ്പുളിക്കൽ AMLP സ്കൂളിലെ പച്ചക്കറി കൃഷി പൊടി പൊടിക്കുകയാണ്. ജൈവവളവും പുറത്തു നിന്നല്ല, അതും സ്കൂളിൽ നിന്ന് തന്നെ. വിദ്യാലയത്തിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ജൈവനാക്കി മാറ്റിയാണ് പിള്ളേരുടെ ന്യൂജൻ കൃഷിരീതി. വിളകൾ രണ്ടു നേരവും നനയ്ക്കുന്നതും വളപ്രയോഗം നടത്തുന്നതും കുട്ടികളാണ്. സ്കൂളിലെ ഹരിത ക്ലബിന്റെ ഏകോപനത്തോടൊപ്പം എന്തിനും ഏതിനും ഹെഡ് മാസ്റ്റർ ബൈജുവും ഒപ്പമുണ്ട്. ഇവിടുത്തെ പച്ചക്കറി ഞങ്ങൾ സാധാരണയായിട്ട് നമ്മൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മളെ സ്കൂളിൽ പഠനോത്സവമാണ്. പഠനോത്സവത്തിനോടനുബന്ധിച്ച് നമ്മളൊരു കുട്ടിച്ചന്ത സംഘടിപ്പിച്ചു. അതിൽ ഈ സ്കൂളിൽ ഞങ്ങൾ ഉണ്ടാക്കിയ മുരിങ്ങത്തൈ, ഏകദേശം 100ഓളം മുരിങ്ങത്തൈ ഞങ്ങൾ വിതരണം ചെയ്തു. ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുപോലെ 200 പച്ചമുളക്, 200ഓളം വഴുതന, അതുപോലെ തക്കാളി, ഇവയെല്ലാം നമ്മൾ വിതരണം ചെയ്തു. മുരിങ്ങ, ഏറ്റവും ഹൈലൈറ്റ് ആയത് മുരിങ്ങയായിരുന്നു. മുരിങ്ങ നമുക്ക് സ്കൂളിലേക്ക് എത്ര എടുത്തിട്ടും കഴിയുന്നില്ല. ബാക്കിയുള്ള മുരിങ്ങ ഇന്ന് ഞങ്ങൾ പൊതുജനങ്ങൾക്കായി വിൽപ്പന നടത്തി. കിലോയ്ക്ക് 100 രൂപ വെച്ചിട്ട് ഞങ്ങൾ വിൽപ്പന നടത്തി. അതുപോലെ പപ്പായ, അതുപോലെ ജൈവ വളം, ജൈവ സ്ലറി, ജൈവ കീടനാശിനി, മുട്ടത്തോട് വളം എന്നീ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഇന്ന് കുട്ടിച്ചന്തയിലൂടെ ഞങ്ങൾ വിൽപ്പന നടത്തുകയുണ്ടായി. കോഴിമുട്ടയുടെ തോടുണക്കിപ്പൊടിച്ചതും വളമായി കുട്ടികൾ ഉപയോഗിക്കാറുണ്ട്. നെൽകൃഷി, കോഴിക്കൃഷി, കൂൺകൃഷി തുടങ്ങി നിരവധി കൃഷികൾ ഇതിനോടകം ഏറ്റെടുത്ത് വിജയിച്ചു കഴിഞ്ഞവർ ഇപ്പോൾ സ്കൂൾ മുറ്റത്ത് പന്തലിച്ച കമ്പോഡിയൻ മുന്തിരിവള്ളി കായ്ക്കുന്നതും കാത്തിരിപ്പാണ്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.